പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ. കേരളത്തിൽ ഒരു സിലബസിൻ്റെ മികവിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ വാർത്താമാധ്യമങ്ങളും ചർച്ച ചെയ്ത, അതിലെ ഈ മുഖമില്ലാത്ത ഒരു മഹാജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നതാണ് ആ സന്തോഷത്തിന് കാരണം. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഈ സമീപകാലത്തുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരമുള്ള കാലത്തൊന്നും ഇങ്ങനെ ഒരു സിലബസിന്റെ മഹത്വം കൊണ്ട് ഒരു മതസ്ഥാപനം അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ഇന്ന് ജീവിക്കുന്ന കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ സമൂഹത്തിന്റെ മുമ്പിൽ അവരോട് കടപിടിക്കാവുന്ന തരത്തിൽ ഒരു മത വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ മതവും മതേതരവുമായ പാഠ്യവിഷയങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംരംഭത്തിന് ഒരുങ്ങിയതിൻ്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനത്തെ ഉയർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ ചീത്ത കേൾക്കാത്ത യാതൊരു കാര്യവുമില്ല, ഒക്കെ നെഗറ്റീവായ സംഗതികൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഈ സന്ദർഭത്തിൽ നമ്മൾ ചീത്ത കേട്ടത് മുഴുവൻ നമ്മുടെ മഹത്വത്തിൻ്റെ പേരിലാണ്, നമ്മുടെ പ്രതിഭയുടെ പേരിലാണ്, നമ്മൾ ആവിഷ്കരിച്ച ഒരു സിലബസിൻ്റെ പേരിലാണ്. ആ അർത്ഥത്തിൽ എന്ത് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ആ അർത്ഥത്തിലുള്ള ഒരു സിലബസിനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ, അതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ സംസാരിക്കുന്നതിന്, അവരോട് സംവാദത്തിൽ ഏർപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് ആമുഖമായി പറയാതെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഈ ഇരിപ്പിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കുറെ നേരമൊക്കെ ഇരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക. എന്നെ കൊണ്ടാണെങ്കിൽ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചോദിച്ചത്. ആവട്ടെ, നമുക്ക് വേണമെങ്കിൽ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്നൊക്കെ കവിത ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ചില കഥകൾ പറഞ്ഞുകൊണ്ട് വായനയുടെ മഹത്വത്തെക്കുറിച്ച്, എഴുത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തെ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാമെന്നാണ്. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ ഈ വായനയ്ക്ക്, ഈ എഴുത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ആലോചിച്ചാൽ എന്താണ് എന്നൊരു തോന്നൽ. അതായിരിക്കും ഒരുപക്ഷെ ആർക്കും പ്രത്യേകിച്ച് കേട്ടിരിക്കാനുള്ളൊരു കൗതുകം എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാൻ ഇടയില്ലാത്ത ഒരു ജനറൽ പ്രസംഗത്തെക്കാളേറെ നന്നാവുക ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് പറ്റിയ രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിലാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞല്ലേ നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്? 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലോ ഒക്കെ എത്തുമ്പോൾ നമുക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മൾ 1ാം ഭാഷയായി പഠിക്കുന്നത് ഏതാണെന്നുള്ളൊരു പ്രശ്നം. അക്കൂട്ടത്തിൽ ഈ മലയാളം തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണം.
ആ യെസ്, ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം സന്തോഷം. രണ്ടുപേരുണ്ട്. ഒന്ന് നാട് പറയാവോ? എവിടെന്നാണ് എവിടെയാണ് വീട്? എവിടെയാ? പെരിന്തൽമണ്ണ. ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. എവിടെ? കണ്ണൂര്. എൻ്റെ ചോദ്യം ബാക്കിയുള്ളവരോടാണ്. അവരോട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആദ്യം ഒരു ആമുഖം. എന്തുകൊണ്ടാണ് മലയാളം എടുക്കാൻ നമ്മുടെ മനസ്സ് അന്ന് അനുവദിക്കാതിരുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണം ഉണ്ടാവല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായില്ലേ? ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആകെ രണ്ടു പേര് മാത്രമാണ് 10ാം ക്ലാസ് വരെ മലയാളം, നമ്മുടെ മാതൃഭാഷയായ മലയാളം ഒന്നാം ഭാഷയായി പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ അവസരമില്ലാത്തത് കൊണ്ടല്ല, അത് പഠിച്ചാൽ എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടല്ല, അത് പഠിച്ചാൽ ഏതെങ്കിലും കേസ് കൊടുങ്ങും എന്നുള്ളത് കൊണ്ടല്ല. യാതൊരു തടസ്സവും ഇല്ലാതിരുന്നിട്ട് കൂടി നാം മലയാളം തിരഞ്ഞെടുക്കാതിരുന്നതിന് വളരെ പ്രാമാണികമായ എന്തോ കാരണമുണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ മലയാളത്തെ വേണ്ട എന്ന് വെച്ചത്. എന്തായിരിക്കും അത്? ആരെങ്കിലും ഒരാളൊന്നും എന്നെ സഹായിച്ചാൽ നല്ലതാണ്. മലയാളം. അപ്പൊ ഇത് കൂടുതലായ ഒരു ഭാഷ പഠിക്കാനുള്ള ഒരു സൗകര്യത്തിനാണോ? പഠിക്കാന്നുള്ള സൗകര്യത്തിന്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ മദ്രസയിൽ പോയിട്ടില്ലേ? ഈ തമാശ, നമ്മൾ ഈ തുടങ്ങി വെച്ച ഈ ഒരു തമാശ നിങ്ങളത് സീരിയസ് ആയിട്ട് ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിനെ മലയാളം പഠിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്താണെന്നറിയാം? ഇനി ഞാൻ നിങ്ങളോട് ഇനി മാത്രം പറയാവുന്ന ഒരു സ്വകാര്യം പറയാം. 10ാം തരം വരെ ഞാനും അറബി പഠിച്ചവനാണ്. എന്തുകൊണ്ടാണെന്നറിയാം? നമുക്ക് പഠിക്കാനായി നിശ്ചയിക്കുന്ന മലയാളത്തിൽ നമ്മളില്ല എന്നതുകൊണ്ടാണ്. നമുക്ക് പഠിക്കാനായി വെച്ച് നീട്ടുന്ന നമ്മുടെ മാതൃഭാഷയിൽ നമ്മളില്ല എന്നതുകൊണ്ടാണ് നമുക്ക് മലയാളത്തോട് താല്പര്യമില്ലാത്തത്. ഒരു പാഠപുസ്തകം മുഴുവനെ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് അവസാനം നമുക്കൊരു കാഴ്ച കാണാം. പിന്നെ ഖലീഫ ഉമർ എന്ന് പറഞ്ഞിട്ടൊരു കഥ. ഞാന് ഒരു കിബറ് പറയാം. കേരള സർക്കാരിന്റെ പാഠപുസ്തകം തയ്യാറാക്കുന്ന കൂട്ടത്തിൽ പണിയെടുക്കാൻ ഒരു തവണ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നുണ്ടായിട്ടുള്ള അനുഭവം വളരെ കൗതുകകരമാണ്. എല്ലാ പാഠങ്ങളും തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു വിദഗ്ധ പരിശോധനയാണ്. ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ടോ? കാരണം ഇത് കേരളത്തിലെ ലക്ഷക്കണക്കായ കുട്ടികൾ, 5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഹോൾസെയിലായി തയ്യാറാക്കുന്ന പാഠപുസ്തകമാണ്. അങ്ങനെ പരിശോധിച്ചിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു കഥ വേണം, അല്ലെങ്കിൽ ഒരു കവിത വേണം എന്ന് പറഞ്ഞ് ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മുസ്ലിം എഴുതിയ കഥയ്ക്ക് വേണ്ടി, ഒരു മുസ്ലിം പ്രമേയമുള്ള കവിതയ്ക്ക് വേണ്ടി കേരളത്തിന്റെ തെക്ക് വടക്കുള്ള മുഴുവൻ സാഹിത്യകാരന്മാരായിട്ട് കോണ്ടാക്ട് ചെയ്തതിന്റെ അനുഭവം എൻ്റെ മുമ്പിലുണ്ട്.
അപ്പൊ നമ്മൾ ആരുടെ കവിതയാണ്, ആരുടെ കഥയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. മിക്കവാറും ഒക്കെ കേരളത്തിലെ ത്രൈവർണിക വിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 3 മേൽജാതികളായ 3 ജാതി വിഭാഗങ്ങളുടെ മാത്രം പ്രാതിനിധ്യമുള്ള ഒരു പാഠപുസ്തകവും ഒരു സാഹിത്യവും ഒരു ഭാഷയുമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന മലയാളം എന്ന് പറയാനാണ് ഞാൻ ഈ ആമുഖം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് ഭാഷയെക്കുറിച്ചല്ലല്ലോ, സാഹിത്യത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെ അല്ലേ? അതും ഈ സ്കൂളിലെ പാഠപുസ്തകവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു നമ്മൾ പൊതുവെ ധരിക്കുന്നതിനേക്കാൾ ഏറെ അപകടം പിടിച്ചതാണ് ഈ വായനയുടെ ദൗത്യം അല്ലെങ്കിൽ എഴുത്തിന്റെ ദൗത്യം എന്ന കാര്യം പറയാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞു വെക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത്രമേൽ പ്രധാനമാകുന്നത് എന്ന് ചോദിച്ചാൽ വീണ്ടും ഞാനൊരു അനുഭവം കൂടെ പറയാം. ഇന്നിപ്പോ പാലക്കാട് റിസൾട്ട് വന്ന ദിവസമാണ്. പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നപ്പോ അതിനകത്ത് BJP ഒരു വലിയ ഫാക്ടറായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ന്യൂസ് വീഡിയോകളൊക്കെ കുറെ ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് BJP അനുകൂലിക്കുന്ന ധാരാളം ചാനലുകളുണ്ട്, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ധാരാളം ചാനലുകളുണ്ട്, UDF-നെ അനുകൂലിക്കുന്ന കുറെ ചാനലുകളും ഉണ്ട്. ഈ UDF-നെ അനുകൂലിക്കുന്ന ചാനലുകളെ ഫോളോ ചെയ്തപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, ഇവര് BJP-ക്കെതിരെ സംസാരിക്കും എന്നുള്ളതായിരുന്നു, വർഗീയതക്കെതിരെ സംസാരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അവരുടെ ഒരു ന്യൂസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിന്നാലെ തള്ളിക്കേറി വരുന്ന അവരുടെ മറ്റു വീഡിയോകൾ ശ്രദ്ധിക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിലോ ദേശാന്തര തലത്തിലോ കേരളത്തിലെ തന്നെയോ മറ്റു വിഷയങ്ങളിൽ ഇതേ ടീം നടത്തുന്ന വ്യാഖ്യാനങ്ങൾ, വിശകലനങ്ങൾ, ഇടപെടലുകൾ അതിഭീകരമാം വിധം മുസ്ലിം വിരുദ്ധമാണ് എന്നതാണ് എന്നെ ഞെട്ടിച്ച ഒരു സംഗതി. അവര് ഷാഫിയെ കുറിച്ച് സംസാരിക്കും, രാഹുലിനെ കുറിച്ച് സംസാരിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തള്ളി തള്ളി വരുന്ന ഒരു മുസ്ലിം വെറുപ്പ് വളരെ വളരെ പ്രകടമായി. കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, വേറെയും കുറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ദീർഘകാലമായി ഭരണരംഗത്തുണ്ട്, MLA-മാരുണ്ട്, പഞ്ചായത്തുകളും പലയിടത്തും സ്വാധീനമുണ്ട്, വലിയ വലിയ ബിസിനസ്സുകളുണ്ട്, ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാൽ അത്ര മോശമൊന്നുമല്ലാത്ത എണ്ണത്തിൽ ഏതാണ്ട് ഒരു 25% ഉണ്ട്. നേർക്കുനേരെ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗം, ഒറ്റ ജനവിഭാഗം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗം മുസ്ലിങ്ങളാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയേറെ വെറുപ്പ് എന്നത് നമുക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്ന് നാം തിരിച്ചറിയാം. നമുക്ക് ഉദ്യോഗത്തിൽ സംവരണമില്ലാത്തത് കൊണ്ടോ സംവരണാടിസ്ഥാനത്തിലെങ്കിലും ഉദ്യോഗത്തിൽ എത്തിപ്പെടാത്തത് കൊണ്ടോ അല്ല. ഇംഗ്ലീഷുകാരുടെ കാലത്തൊക്കെ വേണമെങ്കിൽ നമ്മുടെ വിവരക്കേട് കൊണ്ടാണെന്ന് പറയാമായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ തലമുറ, ഏറ്റവും പുതിയ ജനറേഷൻ കേരളത്തിലെ ഏത് ജനവിഭാഗത്തോടും വെല്ലാവുന്ന വിധം പഠന പാരമ്പര്യമുള്ള, പഠന ചരിത്രമുള്ളവരാണ്, മേൽവിലാസമുള്ളവർ. എന്നിട്ടും എന്തുകൊണ്ട് ഈ വെറുപ്പ്? അപ്പൊ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഇത് വിതരണം ചെയ്യപ്പെടുന്നത്, ഇത് ഇങ്ങനെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ് എന്ന് നാം ഗൗരവത്തോടെ ആലോചിക്കാം.
അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കലയും സാഹിത്യവും ഭാഷയും ഒക്കെ പ്രധാനമായി വരുന്നത്. ഇനി നന്നായി ഈ ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്ന ആളുകളാണല്ലോ, അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുടെ വെബ് പോർട്ടൽ കണ്ടിട്ടുണ്ട്. അതിനകത്തുള്ള കുറേ ലേഖനങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുകയൊക്കെ ചെയ്തു. ഇന്നിപ്പം കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ആരാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്റർനാഷണലായ കാര്യങ്ങൾ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ തദ്ദേശീയമായ സംഗതികൾ പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഒരു ഒറ്റ ആർട്ടിക്കിൾ, ഏതാണ്ട് ഒരു 10-35 കൊല്ലം മുമ്പേ എഴുതപ്പെട്ട, ഈ കഴിഞ്ഞ 6 മാസം മുമ്പേ മരിച്ചുപോയ യോഹാൻ ഗാൽത്തോൺ എന്ന് പറയുന്ന ഒരു നോർവീജിയൻ സ്കോളറുണ്ട്. അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. അയാള് പീസ് ആണ് അയാളുടെ പ്രധാനപ്പെട്ട വിഷയം. പീസ് സ്റ്റഡീസിന്റെ ഫാദർ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ സമാധാന സംരംഭങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നടക്കുകയും വലിയ പ്രോജക്റ്റുകൾ ചെയ്യുകയും വലിയ തോതിൽ പഠനങ്ങൾ നടത്തുകയും ധാരാളം ആശയങ്ങൾ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അഖില ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സമാധാന പ്രവർത്തകനാണ്. പക്ഷെ അയാൾ എഴുതിയ ലേഖനം പക്ഷെ ലോകത്ത് മറ്റാരെക്കാളും പാകമാവുന്നത് നമുക്കാണ് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അയാൾ പറയണ ഒരു കാര്യം മൂന്ന് സംഗതികളാണ്. അയാൾ പറയണ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ജനത മാർജിനലൈസ് ചെയ്യപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്, അവർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാവുന്നത്, അത് അവർ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോഴാണ്. സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടൽ എങ്ങനെയാണ്? നമ്മുടെ ഭാഷയിൽ നിന്ന്, നമ്മുടെ സാഹിത്യത്തിൽ നിന്ന്, നമ്മുടെ കലകളിൽ നിന്ന്, നമ്മുടെ ആവിഷ്കാരങ്ങളിൽ നിന്ന് ഒരു ജനത മാറ്റി നിർത്തപ്പെടുമ്പോൾ അവർ അപരവൽക്കരിക്കപ്പെടുകയാണ്. നാരായണ ഗുരു നിങ്ങൾ വിദ്യ അഭ്യസിക്കുക, സംഘടിക്കുക എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയിട്ട് വളരെ ജ്ഞാനിയായ പ്രതിഭാശാലിയായ വലിയ കുമാരനാശാനെ പോലുള്ള മഹാമേരുക്കൾ നേതൃത്വം കൊടുത്ത വലിയ ഒരു സംഘടനയുണ്ടായിട്ടും കേരളത്തിലെ ഈഴവ സമൂഹം കാര്യമായ പുരോഗതിയിലേക്ക് വന്നിട്ടില്ല. അതിന് പരിഹാരം അവരുടെ കുറവായി പ്രധാനമായും ഇന്ന് ചില ദലിത് ബുദ്ധിജീവികളൊക്കെ ഉയർത്തിക്കാട്ടുന്നത് അവര് രാഷ്ട്രീയമായി സംഘടിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിയെടുക്കുകയും പഠിക്കുകയും ചെയ്തത് മാത്രമല്ല, രാഷ്ട്രീയമായും അന്നേ സംഘടിച്ച കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന് ഇത് നേരിടുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ സംഗതി, ഈ വെറുപ്പ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുകയെന്നറിയാം. ഒരു ജനവിഭാഗം തെരുവിൽ വേട്ടയാടപ്പെടുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരു കിലോ ഗോമാംസം വാങ്ങിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ വാങ്ങാൻ സ്വപ്നം കണ്ടു എന്നുള്ളതിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ഒരു ജനത ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ അതിന് പറയുന്ന പേര്, അതിന് ഈ യോഹാൻ ഗാൽത്തോൺ കൊടുക്കുന്ന പേര് ഡയറക്റ്റ് വയലൻസ് എന്നാണ്. അതിന് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഒരു കുറവുമില്ല എന്നുള്ള കാര്യം അറിയാലോ. അത്തരത്തിൽ എഴുതപ്പെടുന്ന ലേഖനങ്ങൾക്കോ ആക്രമിക്കപ്പെടുന്നതിനോ കേസെടുക്കപ്പെടുന്നതിനോ ജയിലിലാക്കപ്പെടുന്നതിനോ കേരളത്തിൽ പോലും ഒരു കുറവില്ലെന്ന് നമുക്കറിയാലോ. അപ്പൊ ഈ ഡയറക്റ്റ് വയലൻസ് നിലനിൽക്കുന്നു. ഇതെവിടെ ചെന്ന് ചേരും? ഈ ഡയറക്റ്റ് വയലൻസിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ വയലൻസ് ആണ്, ഘടനാപരമായ അതിക്രമം എന്ന് പറഞ്ഞാൽ ജോലിക്ക് അർഹതയുണ്ടാവുമ്പോൾ ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക, പഠന സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പഠിക്കാനായി കയറി ചെല്ലുന്ന ആളുകൾക്ക് മറ്റു പല തടസ്സങ്ങളും പറഞ്ഞ് പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തുക,
അങ്ങനെ ഓരോന്നോരോന്നായി കർട്ടയിൽ ചെയ്ത് പൊതുസമൂഹത്തിന്റെ നമുക്ക് കൂടി അവകാശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പതുക്കെ പതുക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വയലൻസിന്റെയും, ഈ രണ്ട് അതിക്രമങ്ങളുടെയും, ഈ രണ്ട് തരത്തിലുള്ള അക്രമങ്ങളുടെയും ന്യായീകരണം ഇവർ കണ്ടെത്തുന്നത് കൾച്ചറൽ വയലൻസിലാണ് എന്നാണ് യോഹാൻ ഗാൽത്തുങ് പറയുന്നത്. അപ്പോ ഒരു ഭാഷയിൽ, ഒരു നാട്ടിലെ കവിതയിൽ, ഒരു ദേശത്തിന്റെ നാടകത്തിൽ, ഒരു ജനസമൂഹം ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ, അവരുടെ ഭാവനകളിൽ, അവരുടെ വിചാരങ്ങളിൽ, അവരുടെ കളികളിൽ ഏതെങ്കിലും ഒരു ജനത മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ ജനതയ്ക്കെതിരായി കൾച്ചറൽ വയലൻസ് നടക്കുന്നുവെന്നാണ്. ആ കൾച്ചറൽ വയലൻസിന് വിധേയമാകുന്ന ജനതയെക്കുറിച്ച് വളരെ മോശമായ ധാരണ മനസ്സിൽ വെച്ചു പുലർത്തുകയും അവസരം കിട്ടുമ്പോഴൊക്കെ അവരെ തിക്കി പുറത്താക്കാനുള്ള സ്ട്രക്ചറൽ വയലൻസ് ഉണ്ടാകുമെന്നും അങ്ങനെ പുറത്താക്കപ്പെടുന്ന ജനത തെരുവിൽ ആക്രമിക്കപ്പെടുമെന്നുമാണ് 30 കൊല്ലക്കാലം നീണ്ടുനിന്ന പീസ് പഠനത്തിന്റെ ഭാഗമായി ലോകത്തിലെ പല ജനവിഭാഗങ്ങളും അക്രമങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിന്റെ കാരണങ്ങൾ പഠിച്ച് അത് സിദ്ധാന്തവൽക്കരിച്ച യോഹാൻ ഗാൽത്തുങ് അവസാനമായി എഴുതി വെക്കുന്ന വാക്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കാരണം എന്താന്ന് വെച്ചാൽ ഇത് മനസ്സിലായിട്ട് വേണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ആർക്കും ഒരു ആശങ്കയും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്ര ഗംഭീരമായിരുന്നു എൻ്റെ പ്രസന്റേഷൻ എന്നാണ്. അതല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കൈമാറുന്നത് ഞാൻ പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ്. രണ്ടും സംഭവിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചാൽ അതിന് നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാൻ കഴിയും. വായന എന്ന് പറഞ്ഞാൽ, എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയും വരാനിരിക്കുന്ന നമ്മുടെ തലമുറകളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ തെരുവുകളിൽ നാം വേട്ടയാടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യം നാം വലിക്കേണ്ട ഫ്യൂസ് കൾച്ചറൽ വയലൻസിൻ്റെതാണ്. അതവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കെതിരെ ആയുധമെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഇവിടുത്തെ പോലീസ് യാതൊരു പക്ഷപാതിത്വവും കാണിക്കാതെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടാൽ പോലും അവസാനിക്കാത്തതാണ് തെരുവിൽ നിന്ന് നമുക്കെതിരെ വരാനുള്ള ഡയറക്റ്റ് വയലൻസ്. എന്തുകൊണ്ടെന്നാൽ നമ്മള് ഈ അബൂജഹലിന്റെ ഒക്കെ കഥയൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രമൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഊറിക്കൂടുന്ന ഒരു വെറുപ്പുണ്ട്. ആരോട്? അബൂജഹലിനോ? അതെങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഊറിക്കൂടുന്നത്? അയാൾ നമ്മളോട് എന്തെങ്കിലും ചെയ്തു? അത് വായനയിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കുന്നതാണ്. നമ്മൾ അബൂജഹലിനെ വെറുക്കണം എന്ന് വിചാരിച്ചിട്ട് വായിച്ചോ? നമ്മൾ എന്തെങ്കിലും ഒരക്ഷരം പോലും നമ്മൾ അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷെ നാം കേട്ട കഥകളിലൂടെ, നാം വായിച്ച ചരിത്രത്തിലൂടെ
നാം വായിച്ച, നാം മനസ്സിലാക്കിയ, നാം പഠിച്ച ഹദീസുകളിലൂടെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ അബൂജഹലിന്റെ ചിത്രം, അബൂജഹലിന്റെ ക്യാരക്ടർ, അത് നമ്മുടെ മനസ്സിൽ അറിയാതെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വികാരമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മലയാളത്തിലെ കഥകൾ വായിക്കുന്ന ഒരാൾ, മലയാളത്തിലെ കവിതകൾ വായിക്കുന്ന ഒരാൾ, സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ കാണുന്ന ഒരാൾ, തിയേറ്ററുകളിലോ അല്ലാതെയോ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമയിലൂടെ കടന്നു പോകുന്ന ഒരാൾ, പത്രം വായിക്കുന്ന ഒരാൾ, രാഷ്ട്രീയ വിശകലനങ്ങൾ കേൾക്കുന്ന ഒരാൾ, തെരുവ് പ്രസംഗങ്ങൾ കേൾക്കുന്ന ഒരാൾ, കഥാപ്രസംഗം കേൾക്കുന്ന ഒരാൾ, അറിയാതെ അയാളുടെ മനസ്സിൽ ഊറിക്കൂടുന്ന വികാരത്തിന്റെ പേരാണ് മുസ്ലിം വിദ്വേഷം. അപ്പോ നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ല പണി എന്താണ്? നമ്മുടെ മക്കളെ ഒരാളെ പോലും മലയാളം പഠിക്കാൻ അനുവദിക്കാതിരിക്കുക. ഒരു സാഹിത്യകൃതിയും നാം എവിടെയും പഠിപ്പിക്കാതിരിക്കുക. ഒരൊറ്റ നാടകത്തിന്റെ ടെക്സ്റ്റ് പോലും വായിച്ചു നോക്കാതിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കെതിരെ നടക്കുന്ന പടയോട്ടത്തിന്റെ പെരുപ്പം എന്താണെന്ന്, ഇരമ്പം എന്താണെന്ന് മനസ്സിലാകാത്ത പടുവിഡ്ഢികളായി ഈ സമുദായം മാറും എന്നതാണ് വസ്തുത. ഇതാരും ബോധപൂർവം ചെയ്യുന്നതൊന്നുമല്ല. ബോധപൂർവം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ബോധപൂർവം അല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ മുഴുവൻ നമുക്കെതിരായ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന വിശ്വാസമേ എനിക്കില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംഘടനയുടെയും മേൽവിലാസത്തിൽ പ്രവർത്തിക്കാത്ത, അതുമായി ഒരു അഫിലിയേഷനും ഇല്ലാത്ത സ്വതന്ത്ര ബുദ്ധികളായ മലയാളികളെ നിങ്ങൾ വെറുതെ ബസ്സിലൊക്കെ യാത്രയും ഒന്ന് സംസാരിച്ചു, അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് തകട്ടി ഒരു വെറുപ്പ്, മുസ്ലിം വെറുപ്പ് വരുന്നുണ്ടെങ്കിൽ അത് ഈ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോ മലയാളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ വേറെ ചില കഥകൾ പറയാം. നിങ്ങൾ കലാമണ്ഡലം ഹൈദരലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടില്ല? മലയാളത്തിലെ, കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു പാട്ടുകാരനാണ്. അങ്ങേര് പാടുന്നത് പക്ഷേ കഥകളി സംഗീതമായിരുന്നു. മരിച്ചുപോയി. അയാളുടെ ഒരു ആത്മകഥയുണ്ട്, വളരെ ചെറുതാണ്, മഞ്ജുതര എന്നാണ് അതിന്റെ പേര്. അതൊന്നെടുത്ത് വായിക്കണം. ചെറിയ പുസ്തകം, ഒരു 10-80 പേജ് മാത്രം വരുന്ന ചെറിയ പുസ്തകം. എടവാ ബഷീർ എന്ന് പറയുന്ന വേറൊരു പാട്ടുകാരന് RLV മ്യൂസിക് സ്കൂളിലാണ് അങ്ങേര് പഠിക്കാൻ പോയത്. ആ പഠനവുമായി ബന്ധപ്പെട്ട് എടവാ ബഷീറിന് അനുഭവിക്കേണ്ടി വന്ന തിരസ്കാരത്തിന്റെ കഥ വേദനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളീയ സംസ്കാരം ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ത്രൈവർണിക സംസ്കാരത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ആ സംസ്കാരത്തിനകത്തേക്ക് കടന്ന് കയറി ചെല്ലാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനകത്ത് കേരളത്തിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും കൂടി സന്നിവേശിപ്പിക്കാനുമുള്ള ഒരു കഠിനമായ സാംസ്കാരിക ദൗത്യം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കുണ്ട്. ജനാധിപത്യത്തിന്റെ നാനാവശങ്ങളെ കുറിച്ചുള്ള വലിയ പ്രസ്താവനകളൊക്കെ നമ്മൾ ലോകത്ത് കേട്ടിട്ടുണ്ട്. അത് സാമ്പത്തിക രംഗത്ത് ജനാധിപത്യം വേണം, രാഷ്ട്രീയ രംഗത്ത് ജനാധിപത്യം വേണം,
അങ്ങനെ പല നിലക്കുള്ള ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇന്നോളം കേരളത്തിൽ, ഇന്ത്യയിൽ സംസാരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനാധിപത്യമാണ് സാംസ്കാരിക ജനാധിപത്യം. കേരളത്തിന് മലയാളത്തിന്റെ ഒരു പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ അത് മുഴുവനെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് അവസാനം നാട്ടുകാരെന്തു പറയുമെന്നതിന്റെ പേരിൽ പ്രാതിനിധ്യം നൽകപ്പെടേണ്ട ജനതയല്ല ഇവിടുത്തെ ഒരു ജനവിഭാഗവും. അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഷയായി, ഒരു സാഹിത്യ മണ്ഡലമായി, ഒരു സാംസ്കാരിക മേഖലയായി മലയാളത്തിന്റെ, കേരളത്തിന്റെ സംസ്കാരത്തെ മാറ്റി തീർക്കാൻ ആദ്യം നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സംസ്കാരം എന്ന് തിരിച്ചറിയുക. എവിടെ നിൽക്കുന്നു കേരളത്തിന്റെ സംസ്കാരം എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് ഒരു യാത്ര നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പോക്കിൽ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ യാത്രക്കിടയിൽ എത്രയെത്ര കുറച്ചാളുകളാണ് കേവല സസ്യാഹാരികളായിട്ടുള്ള? വളരെ 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 കുറച്ച് ആളുകൾ. അവരുടെ ശതമാനം കേരളത്തിന്റെ ജനസംഖ്യയിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരിശോധിച്ചു നോക്കുക. ഒരു 5-8% ഏറി വന്ന്. പക്ഷേ കേരളത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ വിളമ്പുന്ന ഭക്ഷണം എന്തായിരിക്കും? നമ്മുടെ സ്കൂളില് എത്ര കുട്ടികളുണ്ടാവും സാധാരണഗതിയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ? പക്ഷെ അവരുടെ ഒരു മഹോത്സവം വരുമ്പോൾ, ഒരു സ്കൂൾ കലോത്സവം വരുമ്പോൾ നിർബന്ധമായും അവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരാണ്. ഓണത്തിന് മാവേലിയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ കർഷക കേരളത്തിന്റെ കൊയ്ത്തുത്സവമാണ്. അങ്ങനെ ഒരു പ്രാതിനിധ്യം കൂടി ഉള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓണം. പക്ഷെ കേരളത്തിൽ കൊയ്ത്തുത്സവമായല്ല ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. അത് മാവേലിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. എന്നിട്ട് നമ്മളുടെ ഫത്വ എന്താണ്? നമ്മളുടെ ഫത്വ ഓണത്തിന്റെ സദ്യ കഴിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ മിത്തിനെ മാറ്റിവെക്കുകയും ഇതിനൊരു കൊയ്ത്തുത്സവമായി പുനഃപ്രതിഷ്ഠിക്കുകയുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും, തെക്കൻ പ്രദേശങ്ങളിലൊക്കെ ചെന്നിട്ട് ചുമ്മാ നിങ്ങളൊന്ന് വലത്തോട്ട് മുണ്ടൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു നോക്കാൻ, നിങ്ങളുമായി സംസാരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന മുഖപരിചയമെങ്കിലുമുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ കണിശമായ അയാൾ പറഞ്ഞിരിക്കും, താൻ വലത്തോട്ടാണല്ലോ മുണ്ടെടുത്തിരിക്കുന്നത്, ഇടത്തോട്ടാണല്ലോ മുണ്ടെടുത്തിരിക്കുന്നത്. എഴുതപ്പെടാതെ പ്രയോഗത്തിലുള്ള ഒരു നിയമമുണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിൽ, വിശേഷിച്ചും വലത്തോട്ടേ മുണ്ടെടുക്കാവുള്ളൂ എന്നുള്ളത്. ഞാനത് അനുഭവിച്ചവനാണ്, അതുകൊണ്ട് പറയുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകളുടെ അടുത്തുനിന്ന് ചില കമന്റുകൾ നേരിടേണ്ടി വന്ന ആളാണ്. മലയാളത്തിലെ ഒരു ഭാഷ എപ്പോഴാണ് പുഷ്കലമാവുന്നത്? അതിനകത്ത് കഥകൾ ഉണ്ടാവുമ്പോഴാണ്, ശൈലികൾ ഉണ്ടാവുമ്പോഴാണ്,
പ്രയോഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ മലയാളത്തിലെ പഴഞ്ചൊല്ല്, മലയാളത്തിൻ്റെ ശൈലിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളോട് പരിശോധിക്കുക. അല്ലെങ്കിൽ ഈ പറയിപ്പറ്റ പന്തിരുകൊലം പോലെയൊക്കെയുള്ള കുറെ കഥകളുണ്ടല്ലോ, അത്തരം കഥകൾ എടുത്ത് പരിശോധിക്കുക. അതിൽ ഒരിടത്തു പോലും പോസിറ്റീവായ സെൻസിൽ ഈ ത്രൈവർണികരല്ലാത്ത ഒരു ജനതയും കാണും. അപ്പോ നമുക്കൊരു റൗണ്ട് പൂർത്തിയാക്കിയാൽ ഈ ഒരു തിരസ്കാരത്തിന്റെ കയ്പ് ബോധം കൊണ്ടല്ലാതെ അനുഭവിച്ചതിന്റെ ഫലമായാണ്, അറിയാതെയാണെങ്കിലും മലയാളത്തോട് നമുക്ക് മുമ്പേ നോ പറയാൻ തോന്നിയത്. ആ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, എൻ്റെ ജനതയെക്കുറിച്ച് ഒരക്ഷരം പറയില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്. ഏത് ശൈലിയാണ്? കൊച്ചിയിലെ NK ലത്തീഫ് എന്ന് പറയുന്ന മരിച്ചുപോയ ഒരാള് മാപ്പിള ശൈലി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കുറേ ശൈലികൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മാപ്പിള ശൈലിയാണ്, അത് മലയാളത്തിന്റെ ശൈലിയായി ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതാരും മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മളൊരു ലേഖനം എഴുതുമ്പോ ഇത്രയൊക്കെ എഴുതിയ ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ശൈലിയെ ഈ മലയാള ഭാഷയുടെ ഭണ്ഡാരത്തിലേക്ക് സംഭാവന ചെയ്യാൻ ഒരു കവിത ചങ്ങമ്പയുടെ കാലത്ത് സംഭവിച്ച വലിയൊരു മാറ്റമുണ്ട്. പാടാവുന്ന കവിതകൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നു. ഇപ്പോഴും ഉണ്ട് അങ്ങനെ ചില ആളുകൾ. പിന്നെ എന്താണ്, ആ വലിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കവി ഉണ്ടല്ലോ, ധാരാളം പാടി നടക്കുന്ന പാർട്ടി. എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കവിതയുടെ വൃത്തമായി, ഏതെങ്കിലും ഒരു കവിതയുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈശനിൽ എഴുതപ്പെട്ട ഒരു കാവ്യഗുണമൊത്ത ഒരു രചന എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ കവിതയായി അംഗീകരിക്കാത്തത്? അതെന്തുകൊണ്ടാണ് മലയാളത്തിന്റെ വൃത്തശാസ്ത്രത്തിലേക്ക് കയറി വരാത്തത്? എത്ര കാലം നമ്മളിങ്ങനെ ഈ മലയാളത്തിൽ നിന്ന് മാറി നിന്നാലും, നമ്മളിങ്ങനെ കൂടുതൽ ഒറ്റപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് വെറുക്കപ്പെട്ട് എല്ലാ അവസരങ്ങളും നിഷേധിക്കപ്പെടുന്ന, എല്ലാ സന്ദർഭങ്ങളിലും വേട്ടയാടപ്പെടുന്ന ഒരു ജനതയായി അവസാനിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള പണി എന്താണെന്നറിയാം? മലയാളം നന്നായി പഠിക്കുക. കവിത എഴുതുമ്പോൾ ഇന്ന് മലയാളത്തിൽ മേൽവിലാസമുള്ള കവികളിൽ എത്ര മുസ്ലിം കവികൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം മിത്ത്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യം, അല്ലെങ്കിൽ ഒരു ഖുർആനിക സന്ദർഭം, ഹദീസിലെ ഒരു സന്ദർഭം കവിതയാക്കി എഴുതി അവതരിപ്പിക്കാനുള്ള ധൈര്യമുണ്ട്? ഇനി അഥവാ അങ്ങനെ ചെയ്താൽ ആരെങ്കിലും അത് ശ്രദ്ധിക്കൂ? അയാൾക്ക് വല്ല അംഗീകാരവും കിട്ടുമോ? ഞാൻ വരുന്നത് വടകര എന്നാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ദീർഘകാലം എഡിറ്ററായി പ്രവർത്തിച്ച
മഹാധിഷണാശാലിയായ ഒരു നിരൂപകനുണ്ടായിരുന്നു GN പിള്ള എന്ന് പറഞ്ഞു. MT വാസുദേവൻ നായർക്ക് മുമ്പേ. അതിനേക്കാൾ റേഞ്ചുള്ള, അതിനേക്കാൾ സാഹിത്യം അറിയാവുന്ന, അതിനേക്കാൾ എഡിറ്റിംഗ് അറിയാവുന്ന ഒരു നിശബ്ദ പ്രതിഭ. അങ്ങേര് SV ഉസ്മാൻ എഴുതിയ ഒരു പുസ്തകത്തിന്, ഒരു കവിതാ പുസ്തകത്തിന് അതിഗംഭീരമായ ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 10-20 പേജ് നീളമുള്ള ഗംഭീരമായ അവതാരിക. പക്ഷെ അതിൽ ഒരു വരിയിൽ പോലും SV ഉസ്മാൻ ഉപയോഗിച്ച ഇസ്ലാമിക ബിംബങ്ങളെ കുറിച്ച് സംസാരിക്കാൻ GN പിള്ളക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ ഇറക്കി വടകരക്കാർ. എന്നിട്ട് ഞങ്ങൾ ഒരുപാട് ആളുകളെ ചെന്ന് കണ്ടു. P. രാമൻ ആ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. P. രാമന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കേണ്ടതാണ്. കാരണം ഞാൻ ഈ പറയുന്നത് പോലെ അല്ലല്ലോ രാമൻ പറയുന്നതിന്റെ അർത്ഥം. രാമൻ ഒരു അസല് നമ്പൂതിരിയാണ്. P. രാമൻ SV ഉസ്മാന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലെ പ്രസംഗം തുടങ്ങിയത് മലയാള കവിത സവർണവും ഹൈന്ദവവുമാണെന്ന് പറഞ്ഞിട്ടാണ്, പരസ്യമായി ഒരു ഓപ്പൺ സ്റ്റേജ്. അതിനെതിരെ എന്നല്ല, ആ കാവ്യ സംസ്കാരത്തെ മറ്റുള്ളവർക്ക് കൂടി പങ്കുള്ളതാക്കി തീർക്കാൻ വേണ്ടി പേനയെടുത്ത ആദ്യത്തെ കവികളിൽ ഒരാളാണ് SV ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് SV ഉസ്മാൻ ആള് പോസ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ വായിച്ചു SV ഉസ്മാനെ? കേരളത്തിലെ കവികൾ ആരെങ്കിലും വായിച്ചു? അതേ വേദിയിൽ വെച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വളരെ പേരുള്ള മിടുക്കനായ ഒരു നിരൂപകനാണ് EP രാജഗോപാലൻ. കണ്ണൂർക്കാർക്കും കാസർകോട്ടുകാർക്കും ഒക്കെ പരിചയം കാണും. EP രാജഗോപാലൻ ഈ കവിതയുടെ പുസ്തകത്തിന്റെ പിറകില് SV ഉസ്മാന്റെ ചിത്രം ഉയർത്തി കാണിച്ചിട്ട്, എനിക്ക് ഈ മനുഷ്യനെ വ്യക്തിപരമായി പരിചയമില്ല, പക്ഷെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു സംവിധാനവുമായും അഫിലിയേഷൻ ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് താല്പര്യം കാണിച്ചത്. അപ്പൊ മലയാളത്തിലെ കവിയാവണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? കഥാകൃത്താകുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അവര് ചെയ്യുന്നത് അവരുടെ ഐഡന്റിറ്റി മാറ്റിവെക്കുകയാണ്. എനിക്ക് ഇസ്ലാമുമായി മുസ്ലിങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയലല്ല, പറയില്ല. ഒരുപക്ഷെ ബഷീറിനെ പോലെ വളരെ വളരെ ചുരുക്കം ആളുകളാണ് അതിനപവാദം. അപ്പോ ഈ ഭാഷയെ നാം സ്നേഹിക്കണം. മലയാളത്തിലെ കഥകളും കവിതകളും നമ്മൾ നന്നായി വായിക്കണം. അതിനകത്തേക്ക് നമ്മുടെ ചിത്രങ്ങൾ വരണം, നമ്മുടെ ചിന്തകൾ വരണം, നമ്മുടെ ഭാവനകൾ വരണം, നമ്മുടെ ഈണങ്ങൾ വരണം, നമ്മുടെ പ്രയോഗങ്ങൾ വരണം, നമ്മുടെ ശൈലികൾ വരണം, നമ്മുടെ പദാവലികൾ വരണം. അങ്ങനെ ഈ ഭാഷ നമുക്ക് കൂടി എടുത്തുപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കള് സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്കും മലയാളം പഠിക്കാമെന്ന് സ്വാഭാവികമായി അവർക്ക് തോന്നുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു കവിത എഴുതിയാൽ ആ കവിതയുടെ സൗന്ദര്യ തലം അന്വേഷിച്ചു പിടിക്കാൻ, അതിനിങ്ങനെയൊക്കെ വായനാ സാധ്യതകളുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള നിരൂപകരായി നമ്മൾ മാറേണ്ടതുണ്ട്. അഥവാ ഇനിയും വല്ല ഈ ആക്ഷേപത്തിന്റെയും സ്വരത്തിൽ ഏതെങ്കിലും കഥയിലോ കവിതയിലോ നാടകത്തിലോ ആളുകൾ കഥാപാത്രങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും ഇതല്ല കലയുടെ ധർമ്മമെന്ന് പറയാനുമുള്ള ആർജവവും കഴിവും അതിനുള്ള വഴക്കവും നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇത് ഒരുപക്ഷെ നാം ഇന്ന് ശ്രമം തുടങ്ങിയാൽ
ഒരു 1/4 നൂറ്റാണ്ടിനപ്പുറം പൂക്കാനിരിക്കുന്ന കായ്ക്കാനിരിക്കുന്ന ശ്രമമാണ്. കേരളത്തിൽ ഒരു പക്ഷേ കേരള സർക്കാരിന്റെ ബജറ്റിനോളം വലിപ്പമുള്ള ബജറ്റായിരിക്കും നമ്മുടെ അറബിക് കോളേജുകളുടെ ബജറ്റ് എന്ന് ഞാൻ വിചാരിക്കും. അത്രക്ക് അറബിക് കോളേജുകളും മതസ്ഥാപനങ്ങളും നമുക്കുണ്ട്. നിർഭാഗ്യവശാൽ ഈ നാട്ടിന്റെ മണ്ണിൽ, ഇവിടെ നാം ജീവിക്കുന്ന നാട്ടിന്റെ സംസ്കാരത്തിനകത്ത് നമുക്കൊരു തറക്കല്ലിടൽ കർമ്മം നടത്താൻ ആവശ്യമായ പ്രാഥമിക ആലോചനകൾ പോലും നമ്മുടെ ഒരു ക്യാമ്പസിലും നടക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇനി ഒരു ചെറിയ ചോദ്യം, നിങ്ങളെ വേദനിപ്പിക്കാനല്ല, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക. നിങ്ങളുടെ വെബ് പോർട്ടൽ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ എഴുതി കൂട്ടിയ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പറഞ്ഞ പശ്ചാത്തലത്തിൽ എന്ത് ദൗത്യം നിർവഹിക്കുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കുക. വെറുതെ ഒന്നും അല്ല. ഞാന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ ഒരു ആയത്ത് കൊണ്ടാണ് ഖുർആൻ തുടങ്ങിയതെങ്കിൽ ഈ ക്യാമ്പസിൽ ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന ആ ആയത്തിന് നമ്മളൊരു തഫ്സീർ കൊടുത്താലുണ്ടല്ലോ, അതിന്റെ അർത്ഥം വളരെ വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള പണി വളരെ വലുതാണ്. ഞാൻ നിങ്ങളാരെയും വിഷമിപ്പിക്കാനോ ചീത്ത വിളിക്കാനോ അല്ല. ഇതിങ്ങനെ ഈ മനസ്സ് കൊണ്ടു കിടക്കുന്ന വേവലാതി അങ്ങ് ചാടിപ്പോയതാണ്, അറിയാതെ. ക്ഷമിക്കുക. എല്ലാ അറബി കോളേജുകളിലും എല്ലാ മതസ്ഥാപനങ്ങളിലും സാഹിത്യ സമാജമുണ്ട്, പ്രസംഗ പരിശീലനമുണ്ട്, എഴുത്തുകളരിയുണ്ട്. അതിനെയൊക്കെ പറ്റുന്നിടത്തോളം നാം ഈ രീതിയിലൊന്ന് പുനരാലോചനയ്ക്ക് വിധേയമാക്കുക. മലയാളത്തെ തിരിച്ചു പിടിക്കുക. മലയാളത്തിൽ ഷെയ്ഖുപ്പാപ്പാന്റെ കിണറെന്ന് പറഞ്ഞൊരു കഥയുണ്ട് കേട്ടോ. ആരെഴുതിയതാണെന്നറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾ എടുത്തൊന്ന് വായിക്കണം. ഷെയ്ഖുപ്പാപ്പാന്റെ കിണർ എന്ന് പറയുന്ന കഥ എഴുതിയത് പിന്നെ MA റഹ്മാനാണ്. എങ്ങനെയാണ് ഒരു മുസ്ലിം സെന്റിമെന്റ് ഇത്ര മനോഹരമായി കവിതയിൽ ആവിഷ്കരിക്കാൻ കഴിയാന്നുള്ളത് അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് കഥയോട് വല്ലാത്ത ബഹുമാനം തോന്നും. നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥയുടെ പേരാണ് തിരുത്ത്. അല്ലേ? കേട്ടിട്ടില്ലേ? NS മാധവന്റെ തിരുത്ത് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടാവും ചിലർ. ബാബരി മസ്ജിദ് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. ആ കഥ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഉണ്ടായ കമന്റുകളിൽ ഒന്നെന്താണെന്നറിയാവോ നിങ്ങൾ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒക്കെ ഇങ്ങനെ ചെറിയ ചില പൊതുപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്താണ് ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. അന്ന് ഈ K. വേണു, അതുപോലെ തന്നെ ഈ നിലമ്പൂർക്കാരൻ ഈ ഒരു PAM ഹാരിസ്, ഇങ്ങനെ കുറച്ച് ആളുകൾ കേരളത്തിന്റെ തെരുവ് മുഴുവൻ നടന്ന് ഈ പിന്നെ ഇതിനൊക്കെതിരായി പിന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ധാരാളം സെമിനാറുകളും സിംപോസിയങ്ങളും ധാരാളം സംഗതികൾ നടക്കുകയാണ്. കേരളത്തിലെ പത്രങ്ങൾ അത് ചർച്ച ചെയ്യാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഈ കഥ വന്ന സമയത്ത് ധാരാളം വായിക്കുകയും വലിയ പ്രതികരണ ശേഷിയൊക്കെ ഉള്ള വലിയ സർഗാത്മക ബോധമുള്ള ഒരു വായനക്കാരൻ ചോദിച്ച ഒരു ചോദ്യം വളരെ വളരെ പിന്നെ
ഹൃദയസ്പർശിയായ ഒരു ചോദ്യം ഇതാണ്: ഇത്രക്ക് തീവ്രമായിരുന്നോ ഈ ബാബരി മസ്ജിദ് വിഷയം നിങ്ങൾക്ക് എന്നൊരു മുസ്ലിം സുഹൃത്തിനോട് ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിന്റെ അർത്ഥം ഇവർ ഈ നടത്തിയ പ്രഭാഷണങ്ങളൊന്നും അയാളെ സ്വാധീനിച്ചിട്ടില്ല. ഈ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ ഒന്നും അയാളെ സ്വാധീനിച്ചിട്ടില്ല. ഈ നാട്ടിൽ നടന്നിട്ടുള്ള കലാപങ്ങളൊന്നും അയാളെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ അതൊരു വരി കഥയായി വന്നപ്പോൾ, ആ കഥയിൽ ഒരു പരാമർശമായി വന്നപ്പോൾ, ആ കവിതയിലെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായി ഒരു സുഹറ പറന്നപ്പോൾ, അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ആസ്വാദകരുടെ ഒരു വലിയ സംഘം കേരളത്തിൽ ഉണ്ടായി എന്നത് കലയുടെ വിലയാണ്, അതിൻ്റെ സ്ഥാനമാണ്, അതിൻ്റെ പ്രാധാന്യമാണ്. അതുകൊണ്ട് വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും എന്ന് പറഞ്ഞ് തമാശ പറയാവുന്നൊരു വിഷയമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും എന്ന് ഗൗരവത്തോടെ ആലോചിക്കുക. കാലത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണല്ലോ നമ്മുടെ പ്രബോധനത്തിൻ്റെ ഒരു ദൗത്യം. ഞാൻ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ പടച്ചറബ് സ്വീകരിക്കട്ടെ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം, കൺഫ്യൂഷൻ ഇല്ലെങ്കിലും പറയാം.